What's up people, this is KOCHIMACHAN and welcome back to another vlog. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം ബാക്കിൽ നമ്മുടെ RTR APACHE RTR310 വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ വാക്ക് അറൗണ്ട് വീഡിയോ ആയിരിക്കും. കാര്യം നമുക്ക് റൈഡ് ഒപ്പീനിയൻ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇതിൻ്റെ വാക്ക് അറൗണ്ട് ആയിരിക്കും. ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ വീഡിയോ മൊത്തം കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ 3 വണ്ടികൾ കേട്ടോ. ഇതാണ് 3 കളർ വേരിയൻസ് അവൈലബിൾ ഉള്ള. ഇത് സെപ്പാങ് ബ്ലൂ എന്ന് പറഞ്ഞ രീതിയിലാണ്. പക്ഷേ ഇത് പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് വേറൊരു വണ്ടിയുടെ കളറായിട്ടൊക്കെ തോന്നുമെങ്കിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാണ് ആ ഫ്രണ്ട് ലുക്ക്. ഫുൾ LED ഹെഡ്ലൈൻസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഒരു DRLs അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ട് നമുക്ക് സസ്പെൻഷൻ നോക്കാൻ പോയാൽ 41mm ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. പ്രീലോഡും കംപ്രഷനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇതൊരു വേരിയൻ്റ് ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. എല്ലാ വണ്ടിക്കും അല്ല, നമുക്കിത് അപ്ലൈ ചെയ്യാൻ നമ്മുടെ ഒരു പാക്കേജ് പോലെയാണ് അവരിത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് റോഡ് 5 ടയേഴ്സ് കേട്ടോ. അടിപൊളി ടയേഴ്സാണ്, ഒരു രക്ഷയില്ലാത്ത ടയറാണ്, നല്ല പെർഫോമൻസ് ഉള്ള ടയറാണ്. ഫ്രണ്ടിൽ 300mm ഡിസ്ക് ബ്രേക്ക് വിത്ത് ഡുവൽ ചാനൽ ABS ഓഫ് ചെയ്യാം, നമുക്ക് റിയർ ABS ഓഫ് ചെയ്യാം. അത് കൂടാണ്ട് ട്രാക്ഷൻ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് മീറ്ററിൽ കാണിച്ചു തരാം. പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കാൻ പോയാൽ 312cc എഞ്ചിനാണ്, ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. നമുക്ക് നോക്കാൻ പോയാൽ നമ്മുടെ RTR310 ഒരു 1 bhp ഒക്കെ കൂടുതലാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒപ്പീനിയൻ നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ അത് നിങ്ങൾ റൈഡ് റിവ്യൂവിൽ കാണും. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 35.6 PS ആൻഡ് 28.7 Nm ഓഫ് ടോർക്കാണ്. പക്ഷേ ഇതിൽ നമുക്ക് റൈഡിംഗ് മോഡ്സ് ഉണ്ട്, 5 റൈഡിംഗ് മോഡ്സ് ഉണ്ട്. അപ്പോൾ 3 റൈഡിംഗ് മോഡിൽ ഫുൾ പവറും കിട്ടും, 2 റൈഡിംഗ് മോഡിൽ ഒരു 28 to 29 bhp ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ എഞ്ചിൻ സൈഡിലേക്ക് നോക്കാൻ പോയാൽ കാണാം. DOHC എഞ്ചിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമ്മുടെ RTR310 ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. RTR310 കണ്ടും ഇവിടെ ഒരു അലുമിനിയം സബ് ഫ്രെയിമാണ് അവർ കൊടുത്തിരിക്കുന്നത്. നേരത്തെ RTR310 വെച്ച് നോക്കിയാൽ മെയിൻ മാറ്റം ആ ഒരു സബ് ഫ്രെയിം, ഒരു അലുമിനിയം സബ് ഫ്രെയിമാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എക്സോസ്റ്റ് നോക്കാൻ പോയാൽ എക്സോസ്റ്റിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അവർ ആ സൗണ്ട് മാറ്റാനും കുറച്ച് എമിഷൻ നോംസ് കീപ്പ് ചെയ്യാനായിട്ട് അവർ ആ എക്സോസ്റ്റ് കാണാൻ ഒരേ സെയിം തന്നെ ആയിരിക്കും, കാണാൻ ഒരു വ്യത്യാസമില്ല. ബട്ട് ഇന്നർ സൈഡിൽ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ റിയറിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ 240mm ഡിസ്ക് ബ്രേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് 320 ആണ് നമ്മുടെ RR310, പക്ഷേ ഇതിന് 300 ആണ്. മേ ബി അവർക്ക് ഇതിൻ്റെ റൈഡിംഗ് പൊസിഷനൊക്കെ വെച്ച് ആ ഒരു ബ്രേക്ക് സെറ്റപ്പാണ് ഇതിൽ കൊടുക്കാൻ തോന്നുന്നത്. ഇതാണ് നമ്മുടെ റിയർ സെറ്റപ്പ്. റിയർ ഞാൻ ജസ്റ്റ് ഓണാക്കി കാണിച്ചു തരാം. യെസ്, സോ ഇതാണ് നമ്മുടെ റിയർ സെറ്റപ്പ്. ടെയിൽ ലാമ്പ് ഇവിടെ ഒരു ഹഗ്ഗർ കൊടുത്തിട്ടുണ്ട്, അതിലാണ് അവർ ആ ഇൻഡിക്കേറ്റേഴ്സ് നമ്പർ പ്ലേറ്റ് ഹോൾഡറും വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കിൽ നമുക്ക് നോക്കാൻ പോയാൽ 150 സെഷൻ്റെ ടയേഴ്സാണ് അവർ മിഷ്ലിൻ റോഡ് 5 കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പുറത്തേക്ക് നോക്കാൻ പോയാൽ നമ്മുടെ 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ച് ആൻഡ് ക്വിക്ക് ഷിഫ്റ്റർ, അതും ഒരു ഓപ്ഷനാണ്. ബേസ് വേരിയൻറ്റിൽ അവൈലബിൾ അല്ല, അതൊരു ഓപ്ഷനായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുകൂടാണ്ട് നമ്മൾ ഗ്രൗണ്ട് ക്ലിയൻസ് നോക്കാൻ പോയാൽ 180mm ഗ്രൗണ്ട് ക്ലിയൻസ് ആണ്. ഇത് കാണുമ്പോൾ കുറച്ചെന്ന് തോന്നും, ബട്ട് 180mm ഗ്രൗണ്ട് ക്ലിയൻസ് അവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ റിയറിലെ മോണോഷോക്ക് നോക്കാൻ പോയാൽ നമുക്ക് പ്രീലോഡും നമുക്ക് കംപ്രഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു എക്സ്ട്രാ പാക്കേജാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുക. സോ ഇതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക്. ഇതാണ് ആ സെക്കൻഡ് കളർ കേട്ടോ. ആ ഒരു ഗ്രേ ആൻഡ് റെഡ് ഇതിലൊരു കളർ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ TVSൻ്റെ റേസിംഗ് ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ആ ഒരു സെപ്പാങ് ബ്ലൂ കണ്ടോ. പിന്നെ ഇതാണ് നമ്മുടെ സീറ്റ് കേട്ടോ. സീറ്റിൻ്റെ സൈഡിൽ നോക്കാൻ പോയാൽ ഹൈറ്റിലാണ് നമ്മുടെ പില്ലിയൻ സീറ്റ് ഇരിക്കുന്നത്. ഇത് കണ്ടോ, ക്ലൈമറ്റ് കൺട്രോൾ, നമുക്കിതിൻ്റെ ചൂടാക്കാനും തണുപ്പിക്കാനുള്ള ഒരു ഓപ്ഷനും അതും ഒരു ഓപ്ഷനായിട്ടാണ്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമ്മുടെ സീറ്റ്സിൻ്റെ സൈഡിലുണ്ട്. ഇതാണ് ടാങ്ക്, 11 ലിറ്റേഴ്സാണ് ടാങ്ക് കപ്പാസിറ്റി വന്നിരിക്കുന്നത്. അത് കൂടാണ്ട് നമ്മുടെ ഡിസ്പ്ലേ കേട്ടോ. ഇതിൽ പറയാൻ പോയാൽ കുറേ സാധനങ്ങളുണ്ട്. അതിന് മുമ്പ് ഇവിടെ ക്രൂസ് കൺട്രോൾ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ പാസ്, ബ്രൈറ്റ്, ഹസാർഡ്. ഇവിടെയാണ് നമ്മുടെ ഫംഗ്ഷൻസ്, നമുക്ക് ടോഗിൾ ചെയ്യാനുള്ള ആ ഒരു സ്വിച്ചസും പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ്, ഇവിടെ സെൽഫിൻ്റെ സ്വിച്ച് കേട്ടോ. ഇത്രയാണ്. പിന്നെ ഒരു വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാസാണ് ഇതിന് വന്നിരിക്കുന്നത്. ക്ലിപ്പ് ഓൺസ് അല്ല, ആൻഡ് മിറേഴ്സും നോക്കാൻ പോയാൽ ഇതാണ് ആ ഒരു മിറർ സെറ്റപ്പ്. അപ്പോൾ നമുക്ക് നമ്മുടെ മീറ്ററിലേക്ക് പോകാം അല്ലേ. ഇതാണ് ആ ഫുള്ളി ലോഡഡ് ആ ഒരു മീറ്റർ കൺസോളിൻ്റെ ഒരു രക്ഷയില്ലാത്ത ഫീച്ചേഴ്സാണ്. ഇപ്പം മോഡ്സ് നോക്കാൻ പോയാൽ നമുക്ക് റൈഡ് മോഡ് എടുക്കാം, ഏർബൻ, റെയിൻ, സ്പോർട്ട്, ട്രാക്ക്, സൂപ്പർ മോട്ടോ. ഈ 5 മോഡ്സാണ് ഇതിനുള്ളത്. അപ്പോൾ 3 മോഡിൽ നമുക്ക് ഇതിൽ ഫുൾ പവർ ആയിരിക്കും. ബാക്കി 2 മോഡ്, അതായത് റെയിൻ മോഡിലും ഏർബൻ മോഡിലുമാണ് നമുക്ക് ഒരു ഏകദേശം ഒരു 29 bhp ആണ് നമുക്കവർ തരുന്നത്. പിന്നെ നമ്മുടെ വെഹിക്കിൾ ഡീറ്റെയിൽസിലേക്ക്, നമ്മുടെ ട്രിപ്പ് ഡീറ്റെയിൽസിലേക്ക് പോയാൽ നമുക്ക് ട്രിപ്പ് A, ട്രിപ്പ് B, ട്രിപ്പ് C, ഡേ ട്രിപ്പ് മീറ്റർ, അങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ മൈ വെഹിക്കിളിലേക്ക് പോയാൽ നമുക്ക് സർവീസ്, പെർഫോമൻസ് റെക്കോർഡ്, അതായത് മൈലേജ് എത്രയുണ്ട്, കാരണം 23 km/ലിറ്റർ, സ്പീഡ്, ടോപ്പ് സ്പീഡ് എത്രയാണ് അടിച്ചിരിക്കുന്നത്, ലാപ്പ് ടൈമിങ്സ് നമുക്ക് കിട്ടും. ഡോക്യുമെൻറ്റ് 1, ഓക്കെ, ഇതിലെന്തോ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പുറത്ത് നമുക്ക് കൂളൻ ടെമ്പറേച്ചർ, റേഞ്ച്, നമ്മുടെ ക്രൂസ് കൺട്രോളിൻ്റെ ആ ഒരു സ്പീഡും കാര്യങ്ങളും നമുക്ക് കാണാം. പിന്നെ പ്രിഫറൻസ്, ഡൈനാമിക് ഹെഡ് ലാമ്പാണ്, DRLs ഓൺ ഓഫ് ചെയ്യാം. ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, അത് ഓൺ ഓഫ് ചെയ്യാം. ക്വിക്ക് ഷിഫ്റ്റർ നമുക്ക് ഓൺ ഓഫ് ചെയ്യാം. പിന്നെ കണക്ടിവിറ്റിയിൽ നമുക്ക് GoPro കണക്ട് ചെയ്യാം. അതിൻ്റെ അത് GoPro, നമ്മുടെ ഫോൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേ സെറ്റപ്പിൽ നമുക്ക് ബ്രൈറ്റ്നസ്, ക്ലോക്ക്, ഡേ ടൈം, ഡേ ആൻഡ് നൈറ്റ് മോഡ്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കസ്റ്റം വിഡ്ജറ്റ്സിൽ നമുക്ക് ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ലാപ്പ് ടൈമർ വേണോ, ഓഡോമീറ്റർ വേണോ, അത് നമ്മുടെ ഹോമിൽ ഞെക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. സ്പീഡ് വാർണിംഗ്, അലേർട്ട്, പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ സീറ്റ് കണ്ടോ.
നമുക്ക് ഒരു 40 ഡിഗ്രി ചൂടും അതേപോലെ 15 ഡിഗ്രി തണുപ്പിലേക്കും നമുക്ക് ആ സീറ്റ് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതിൻ്റെ അടിയിലാണ് നമ്മൾ GoPro കണക്ട് ചെയ്താൽ ഉണ്ടോ, GoPro കണക്ട് ചെയ്താൽ GoProയുടെ ഒരു ഓപ്ഷനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതാണ് നമ്മുടെ ഇത്. പിന്നെ വിഡ്ജറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളാണ്. ഇത് ഏതൊക്കെയാണ് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു മീറ്ററിലുള്ള സെറ്റപ്പ്. അടിപൊളി സെറ്റപ്പാണ്, ഒന്നും പറയാനില്ല. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടി ഈ സെഗ്മെൻറ്റിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ബാക്കി റൈഡ് റിവ്യൂവിൽ നിങ്ങൾ കാണും. അപ്പോൾ നമുക്ക് വണ്ടിമേ കയറിയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് ആണ് ഏകദേശം 169 kg ഉണ്ട് വണ്ടിയുടെ വെയിറ്റ്. സീറ്റ് ആയിട്ട് നോക്കുമ്പോൾ 800 mm ആണ്. എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ആട്ടോ. കാര്യം ഇതിൻ്റെ സീറ്റ് ആ ഒരു ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര നാരോ ആയിട്ടാണ് കൂടുതൽ. ടാങ്ക് കപ്പാസിറ്റി 11 liters ആണ്. മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി റണ്ണിങ്, അതായത് നമ്മുടെ റൈഡ് വീഡിയോയിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ. നമ്മുടെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സൊക്കെ കാണുന്നുണ്ട്, 4 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ലിവേഴ്സും കാര്യങ്ങളും കൂടുതലുണ്ട്. അപ്പോൾ ബാക്കി നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ റൈഡ് വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് നമുക്ക് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ ഫസ്റ്റ് ബേസ് വേരിയൻറ്റ്, അതായത് ബ്ലാക്ക്, ഈ കാണുന്ന യെല്ലോ അല്ല, ഇതൊരു സെക്കൻഡ് വേരിയൻ്റ് ആണ്. ഈ ബ്ലാക്ക് വേരിയൻറ്റ് വിത്തൗട്ട് ക്വിക്ക് ഷിഫ്റ്റർ, ഈ ക്വിക്ക് ഷിഫ്റ്റർ ഇല്ലാത്തതും ബേസ് വേരിയൻറ്റിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ, നമുക്ക് ABS, റിയർ സ്വിച്ച് ഓഫ് ABS, അത് സൂപ്പർ മോട്ടോ മോഡ് എന്തായാലും ഉണ്ട്. ഈ വേരിയൻറ്റിന് തന്നെ പ്രൈസ് എന്ന് വെച്ചാൽ 243 ആണ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ കിട്ടില്ല, കോർണറിങ് ABS അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടില്ല. അതൊക്കെ സെപ്പറേറ്റ് ഒരു പാക്കേജ് ആണ്. പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ ആഡ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് കളർ, ആ വണ്ടിയുടെ വില എന്ന് വെച്ചാൽ 258 ആണ് Ex-Showroom പ്രൈസ് തന്നെ. അതിൻ്റെ അത് ജസ്റ്റ് ആ ബേസ് വേരിയൻറ്റിനെക്കാട്ടും ക്വിക്ക് ഷിഫ്റ്ററും കൂടെ ഉണ്ടാവുന്നേ ഉള്ളൂ. അടുത്ത വേരിയൻ്റ് ആണ് ഈ യെല്ലോ വേരിയൻറ്റിന് നമുക്ക് വിത്ത് ക്വിക്ക് ഷിഫ്റ്റർ ആയിരിക്കും തന്നെ. ആ ക്വിക്ക് ഷിഫ്റ്റർ വന്ന വേരിയൻറ്റിന് പ്രൈസ് എന്ന് വെച്ചാൽ 264 ആണ് Ex-Showroom പ്രൈസ് തന്നെ കേട്ടോ. അപ്പോൾ ഈ ബേസ് വേരിയൻസിന് എല്ലാത്തിനും റേസ് ട്യൂൺഡ് ലീനിയർ സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട്. അതിലാണ് ഈ ട്രാക്ഷൻ കൺട്രോളും നമ്മുടെ ABSഉം റിയർ ലിഫ്റ്റ് ഓഫ് പ്രൊട്ടക്ഷൻ ആ സാധനമൊക്കെ വന്നത്. ആ ഒരു ബേസ് വേരിയൻസിന് ഇത് കിട്ടും കേട്ടോ. പിന്നെ അടുത്താണ് നമ്മുടെ ബിൽഡ് ടു ഓർഡർ ആ കിറ്റ്. അതിൽ 2 കിറ്റ് ഉണ്ട്, അതായത് ഡൈനാമിക് കിറ്റും ഉണ്ട്, ഡൈനാമിക് പ്രോ കിറ്റും ഉണ്ട്. ഫുൾ ഡൈനാമിക്കിൻ്റെ കളിയാണ്. കാര്യം ഡൈനാമിക് എന്ന് പറയുമ്പോൾ തന്നെ ഡൈനാമിക് ഹെഡ് ലാമ്പ്, അതായത് റണ്ണിങ്ങിൽ സ്പീഡ് കൂടുമ്പോൾ തോറും ഹെഡ് ലാമ്പിൻ്റെ ബ്രൈറ്റ്നസ് കൂടും. അതേപോലെ ഡൈനാമിക് ടെയിൽ ലാമ്പുമാണ്. ഹാർഡ് ബ്രേക്കിങ്ങിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ടെയിൽ ലാമ്പ് മിന്നി കത്തും, അതായത് ആ ഫ്ലാഷ് ചെയ്ത് കത്തും, ഭയങ്കര സ്പീഡിൽ ഫ്ലാഷ് ചെയ്ത് കത്തും ഹാർഡ് ബ്രേക്കിങ്ങിൽ. അപ്പോൾ എനിക്ക് ചില വണ്ടികൾക്ക് അത് ഹാർഡ് ബ്രേക്കിങ്ങിൽ ഇൻഡിക്കേറ്റേഴ്സ് കത്താറുണ്ട്, ഇതിന് അതേപോലെ ഇതിൻ്റെ ടെയിൽ ലാമ്പ് ബ്ലിങ്ക് ആയി കത്തും. അപ്പോൾ ഡൈനാമിക് പ്രോ കിറ്റ് ഫസ്റ്റ് തന്നെ. ഡൈനാമിക് പ്രോ കിറ്റിലാണ് നമുക്ക് ഫ്രണ്ടിൽ ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ, അതായത് പ്രീലോഡ് റീബൗണ്ട് കംപ്രഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റിയറിൽ നമുക്ക് പ്രീലോഡും റീബൗണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സസ്പെൻഷൻ ആണ് ഡൈനാമിക് കിറ്റിൽ വരുന്നത്. അപ്പോൾ ഈ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ കൂടാണ്ട് ടയർ പ്രഷർ മോണിറ്ററിംഗ് സെൻസർ നമുക്ക് ഈ ഡൈനാമിക് കിറ്റിൽ അവർ അവൈലബിൾ ആക്കുന്നുണ്ട്. അതുകൂടാണ്ട് ബ്രാസ് കോട്ടഡ് ചെയിനും അവർ ഈ ഒരു കിറ്റിൽ അവൈലബിൾ ആക്കുന്നുണ്ട്. അതിൻ്റെ റേറ്റ് വരുമ്പോൾ 18,000 rupees ആണ് വരുന്നത്. അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ 22,000 rupees കൊടുത്താൽ നമുക്ക് ഡൈനാമിക് പ്രോ കിറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ ഡൈനാമിക് പ്രോ കിറ്റിൽ വന്നതാണ് നമ്മുടെ റേസ് ട്യൂൺഡ് ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ. അതിലാണ് നമുക്ക് കോർണറിങ് ABS, കോർണറിങ് ക്രൂസ് കൺട്രോൾ, പിന്നെ കോർണറിങ് ട്രാക്ഷൻ കൺട്രോൾ വരും. അത് കൂടാണ്ട് നമുക്ക് സ്ലോപ്പ് ഡിപ്പെൻഡൻറ്റ് കൺട്രോൾ വരും, പിന്നെ വീലി കൺട്രോൾ വരും. ഇങ്ങനത്തെ സാധനങ്ങൾ അതിലാണ് നമുക്ക് ആഡ് ആവണേ. പ്ലസ് നമ്മുടെ ക്ലൈമാറ്റിക് സീറ്റ് കേട്ടോ, ആ തണുപ്പും ചൂടും ആവണ ആ ഒരു റൈഡർ സീറ്റും നമുക്ക് ഈ ഒരു ഡൈനാമിക് പ്രോ കിറ്റിലാണ് അവൈലബിൾ ആക്കിയേക്കണം. അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 22,000 രൂപയാണ്. ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ BTO വേർഷനിൽ സെപ്പാങ് ബ്ലൂ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്. അതിന് ഒരു 10,000 രൂപ കൂടെ എക്സ്ട്രാ കൊടുത്താലും നമുക്ക് ആ ഒരു ബ്ലൂ, ആ ബ്ലാക്ക്, ആ ഒരു സെപ്പാങ് ബ്ലൂ അവരുടെ 40 years ഓഫ് റേസിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ഇറക്കിയേക്കുന്ന ഒരു വേരിയൻ്റ് ആണ്. അത് ഒരു മോഡലാണ്. അതൊരു 10,000 രൂപ കൊടുത്താലും നിങ്ങൾക്ക് ആ ഒരു മോഡലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഞാൻ ഓൾറെഡി കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ്. ബാക്കി നിങ്ങൾക്ക് റൈഡ് റിവ്യൂ ഉടനെ കാണാൻ പറ്റും. റൈഡ് റിവ്യൂവിൽ എംബാർഗോ ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ റൈഡ് റിവ്യൂവിൽ നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് മൊത്തം നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൊച്ചിമച്ചാൻ തന്നെയാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സോ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ വണ്ടിയെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വാക്ക് അറൗണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ, ബെല്ലൈക്കിൻ്റെ ബെല്ലൈക്കിൻ. അടുത്ത വീഡിയോ ബെല്ലിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരും നിങ്ങളുടെ സ്വന്തം കൊച്ചിമച്ചാൻ. ബൈ ഫ്രം ബാങ്കോക്ക്.